നമസ്കാരമുണ്ട് ഫ്രണ്ട്സ്, നിഖിലാണ്, സ്റ്റുഡിയോ മഴമേഘം. അപ്പോൾ ഇവിടെ സുധാ മഴമേഘത്തിൻ്റെ പുതിയൊരു ക്രാഫ്റ്റ് പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുപ്പികളിലെല്ലാം മണി പ്ലാന്റിലെല്ലാം നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇത് എന്തിൻ്റെ ടോപ്പാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതണം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്രാഫ്റ്റ് സുധാ വിജയൻ്റെ വക അല്ലെങ്കിൽ സുധാ മഴമേഘത്തിൻ്റെ വകയുള്ള സ്പെഷ്യൽ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടാൽ സ്ട്രോബെറി തക്കാളി ആണെന്നൊക്കെ വിചാരിക്കും. ഇത് സംഗതി നമ്മുടെ കോഴിയുടെ മുട്ടയാണ്. മുട്ടയിൽ അമ്മ അക്രിലിക് കളർ അടിച്ചിട്ട് ഇങ്ങനെ ചെടികളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ എന്തൊക്കെയാണ് പിന്നെ? ഒരു ടൈം പാസ്. ഞാൻ കുറച്ച് മുട്ട മിനിങ്ങാന്ന് ഇങ്ങനെ ഉടച്ചപ്പോ അതിന് ഇത്രയും ചെറിയ ഹോളാക്കിയിട്ട് നമ്മൾക്ക് കഴുകുകയും വേണം, അല്ലെങ്കിൽ അത് വൃത്തികേടല്ലേ. കഴുകിയ ശേഷം അത് ഉണക്കിയ ശേഷം ഈ ആക്രിലിക് കളർ ഉണ്ടാവും. അതാവുമ്പോ എത്ര മഴ നനഞ്ഞാലും അത് പോവില്ല. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി കളർ വേണമെങ്കിൽ ഇതിൽ ഒരു കോട്ടും കൂടി അടിച്ചു വിടും. പക്ഷെ ഇത് മതി, നന്നായിരിക്കും. ഒരു ലൈറ്റ് കളർ ആകുമ്പോൾ നന്നായിരിക്കും. നമ്മൾക്ക് ഈ ചെടികളിലൊക്കെ അലങ്കരിക്കാൻ നല്ല ഭംഗിയായിരിക്കും. അലങ്കരിച്ച് ഇങ്ങനെയും വെച്ചു കൊടുക്കാം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഈ കൽവാഴന്റെ ആ തണ്ട് അല്ലെങ്കിൽ മുളന്തണ്ട് എന്തെങ്കിലും തണ്ട്, ഈ പച്ച കളറുള്ള തണ്ടുകൾ നമ്മൾക്ക് മുറിച്ചിട്ട് അത് നമ്മൾക്ക് ഇതിൽ കുത്തി കൊടുത്തിട്ട് അതിൽ ഓരോന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ സൂപ്പർ, നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇതൊരു സിമ്പിൾ ടിപ്പാണ്. ഇതുപോലെ മുട്ടത്തോട് സിമ്പിളായിട്ട് ചെറിയൊരു ഹോള് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുട്ട ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം കഴുകി എടുത്തതിന് ശേഷം അതിൽ ആക്രിലിക് കളേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ വാട്ടർ പ്രൂഫാണ്, പെട്ടെന്ന് അങ്ങോട്ട് കേടി വരില്ല. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെടികളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഓരോ കോലോ ചെറിയ ഈർക്കലി എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് അങ്ങനെയും വെക്കുക. അതുപോലുള്ള ഓരോ സംഗതികളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കളക്ട് ചെയ്ത കുപ്പികളിലെല്ലാം മണി പ്ലാന്റ് ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഈ മണി പ്ലാന്റിലും അതുപോലെ ഓരോ പൂക്കളോ ഇതുപോലെ മുട്ട വേണമെങ്കിലും നമുക്ക് അലങ്കരിച്ച് വെക്കാം. ഇവിടെ എല്ലാം ഒരുപാട് മണി പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുധാ വിജയൻ്റെ പരിപാടികൾ. ഇതെൻ്റെ പഴയ ഷൂ ആണ്, കണ്ടില്ലേ, ഷൂവിനകത്തടക്കം മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് പഴയ ലാമ്പാണ്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ സുധാ മഴമേഘത്തിൻ്റെ പുതിയ ഓരോ ടിപ്സ് ഇനിയും സ്റ്റുഡിയോ മഴമേഘം ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക. കൂടാതെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു. അപ്പോൾ എഗ് പ്ലാന്റ്, മുട്ടച്ചെടി, മുട്ടപ്പൂവ് എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കുക. വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അമ്മ ഓക്കെ അല്ലേ? അപ്പോൾ പോവല്ലേ? ഓക്കെ.